ഈ വി കെ സനോജിനോടാണ് ആദ്യം പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകൾ വളരെ ദുഃഖകരമാണ്. ഇത്രമാത്രം മനുഷ്യന് വേദനിച്ച് നിൽക്കുന്നൊരവസരത്തിൽ, വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നൊരവസരത്തിൽ രാഷ്ട്രീയം കലർത്തി ഇതിനെതിരെയുള്ള സമരത്തെ പോലും അപലപിക്കുന്നത് കേട്ടു. വളരെ മോശമാണ്. നമ്മൾ കൂട്ടായിട്ട് ചിന്തിക്കേണ്ടത് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ അത്യാഹിതത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഞങ്ങളാരും പറയുന്നില്ല, ഈ സമരം നടത്തുന്നവരാരും പറയുന്നില്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അവിടെ കൊണ്ട് മൃഗങ്ങളെ ഇറക്കി വിട്ടെന്ന് ആരും പറയുന്നില്ല. എന്താണ് പറയുന്നത്? ഇവിടെ കാട്ടുമൃഗങ്ങളുടെ വന്യജീവികളുടെ ആക്രമണത്തിലൂടെ മനുഷ്യജീവൻ പൊലിയുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ശ്രീ അബിൻ വർക്കി പറഞ്ഞതുപോലെ ഈ കാട്ടാന വന്ന് കുത്തുന്നിടത്ത് അത് മാർക്സിസ്റ്റുകാരനെയാണോ കോൺഗ്രസ്സുകാരനെയാണോ BJP-ക്കാരനെയാണോ നോക്കിയിട്ടല്ല കുത്തുന്നത്, മനുഷ്യനെയാണ് കുത്തുന്നത്. മനുഷ്യജീവനുകൾ പൊലിയുകയാണ്. എന്ത് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തത്? ഇസ്തിരി കെട്ടി വെച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരൻ്റെ വടിവൊത്ത വസ്ത്രങ്ങളിൽ എന്നതാ മൃഗങ്ങൾ മുള്ളി ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞ് മരപ്പെട്ടി മുള്ളി ഒഴിച്ചു എന്നും പറഞ്ഞ് അസ്വസ്ഥരാകുന്ന രാഷ്ട്രീയക്കാർ, നിങ്ങൾ മനുഷ്യൻ്റെ ജീവൻ പോകുന്നെന്ന് കാണുക. എന്താ നിങ്ങളീ പറയുന്നത്? എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹമില്ല. ഞാൻ രാഷ്ട്രീയമായിട്ട് ഇത് കാണുന്നില്ല. മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നു. ഞാൻ ജീവിക്കുന്ന ഒരു മലയോര പ്രദേശത്താണ്. ശ്രീ സനോജ് എവിടെയാണ് ജീവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്തൊരു പ്രധാന പ്രശ്നം നമ്മളുടെ പല രാഷ്ട്രീയക്കാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഈ വനയോര മേഖലകളിൽ താമസിച്ച് പരിചയമില്ലാത്തവരായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തത്. ഈ കാട്ടുപോത്തുകളെ ആ മുഖ്യമന്ത്രി താമസിക്കുന്ന, മന്ത്രിമാർ താമസിക്കുന്ന, MLA-മാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളുടെ പരിസരത്തോട്ടൊന്ന് കയറ്റിവിട്. അവരുടെ പ്രതികരണം അപ്പോഴേ മനസ്സിലാവുള്ളൂ. സാധാരണക്കാരൻ്റെ വേദനയും വിഹ്വലതയും അവർക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയി, പനമരം എന്ന സ്ഥലത്തിനടുത്തൊരു ഗ്രാമത്തിൽ പോയി ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിരുന്ന സെബാസ്റ്റ്യൻ സാർ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ വഴിക്ക് താഴെക്കൂടെയാണ് കഴിഞ്ഞ ദിവസം ആ മോഴയാന പോയത്, ആ മനുഷ്യനെ കൊന്നത്. ഞങ്ങൾ പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. 2 കൊച്ചു കുട്ടികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഈ കുട്ടികളെ പള്ളിക്കൂടത്ത് വിടാൻ ഞങ്ങൾക്ക് ഭയമാണ് അച്ഛാന്ന് അദ്ദേഹം പറഞ്ഞു. അവിടുത്തെ മനുഷ്യർ അത്രമാത്രം പേടിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വക വിഷയങ്ങളെ ദയവ് ചെയ്ത് നിങ്ങൾ രാഷ്ട്രീയം കലർത്തി മനുഷ്യൻ്റെ പ്രയാസങ്ങളെ കാണാതിരിക്കരുത്. ഇതിനെതിരെ പൊതുജനത്തിൻ്റെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത് അതുപോലെ കാണാനും കൂടെ പഠിക്കണം. പോലീസ് റിയാക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. മനുഷ്യൻ്റെ ജീവന് സംരക്ഷണം കൊടുക്കാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്, കടമയുണ്ട്. പച്ചയായിട്ട് പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ അഭിപ്രായത്തിൽ, ഈ കൃത്യവിലോപം നടത്തുന്ന വനം മന്ത്രി രാജിവെച്ച് മാറി നിൽക്കണം. അല്പമെങ്കിലും ധാർമ്മികതയുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ ഇവിടെ അരമനയിൽ അഭിനന്ദ പിതാവിനെ കാണാൻ വന്നു. അപ്പോൾ ഞാൻ ശൈലജ ടീച്ചറിനോട് ഈ വിഷയമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ടീച്ചറെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിഷയം നിങ്ങളുടെ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചുകൂടെ? ആ വനം മന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന് കേരളം മുഴുവൻ കാണുന്നതല്ലേ. അദ്ദേഹത്തിന് പറ്റിയാലെ മാറ്റി നിർത്തി കഴിവുള്ള ആളുകളെ അവിടെ നിർത്തണം. അദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വെറുപ്പുമില്ല, വിദ്വേഷവുമില്ല. ഞാൻ പറയുന്നത് ഈ നാട്ടിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഭരണാധികാരികൾ ഉണ്ടാകണം. ഇനി അങ്ങനെ ഉണ്ടാകുന്നില്ല, അവരെ മുഖ്യമന്ത്രി മാറ്റി നിർത്തണം. മുഖ്യമന്ത്രിക്കെതിരെയൊന്നും അല്ല ഞാൻ പറയുന്നത്, ഇവിടുത്തെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം. നമ്മൾ ഈ വിഷയങ്ങളെ അടിസ്ഥാനപരമായിട്ട് പല തവണ ചർച്ചയാണ്. ബഹുമാനപ്പെട്ട അലക്സ് സാറ് തന്നെ അത് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത്? ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നതിനുള്ള അടിസ്ഥാനപരമായ കാര്യം, അതിന് വനത്തിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥ നശിച്ചിരിക്കുന്നു. അതിന് ഭക്ഷണമില്ല, വെള്ളമില്ല. അവിടെ നിന്ന് ജീവൻ നിലനിർത്താൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അത് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അതിന് ഭക്ഷണം ഉണ്ടാകുന്ന സംവിധാനം നമ്മൾ അവിടെ സൃഷ്ടിക്കണം. ഉദാഹരണത്തിന് ഞാൻ ഒരു കൊച്ചു കാര്യം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അഭിനന്ദ പാമ്പ്ലാനി പിതാവ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ പറഞ്ഞു, ഈ ജനവാസ മേഖലയിൽ പ്ലാവിൽ നിന്നും ചക്ക പറിച്ച് തിന്നാനാണ് ഈ പല ആനകൾ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ വാഴക്കലയും വാഴയും പറിച്ച് തിന്നുന്നു. അപ്പോൾ അതിന് വിശന്നിട്ട് വരുന്നതാണെങ്കിൽ ഈ വനത്തിൽ എന്തുകൊണ്ട് നമുക്ക് കുറേ പ്ലാവ് നട്ടുവെച്ചുകൂടാ? എന്തുകൊണ്ട് അതിനുള്ള വനത്തിലുള്ള വാഴകൾ നട്ടുവെച്ചുകൂടാ? അങ്ങനെയൊക്കെ നമ്മൾ ക്രിയാത്മകമായിട്ട് ചിന്തിക്കണം, ഇതിങ്ങോട്ട് ഇറങ്ങി വരാതെ. അതുപോലെ തന്നെ വന അതിർത്തികളെ കൃത്യമായിട്ട് സംരക്ഷിക്കണം. കാടും നാടും തമ്മിൽ കൃത്യമായ വിഭജനം ഉണ്ടാകണം, അതിർത്തികളുണ്ടാകണം. നമ്മൾ ശത്രു രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നത് എങ്ങനെയാണ്? കൃത്യമായ അതിർത്തികൾ നിശ്ചയിച്ച് പട്ടാളക്കാർ തോക്കും പിടിച്ച് കാവൽ നിൽക്കുകയല്ലേ? എന്തേ മനുഷ്യനെ കൊല്ലാൻ വരുന്ന ഈ കാട്ടുമൃഗങ്ങൾക്കെതിരെ ഈ വനമേഖലയിൽ താമസിക്കുന്നവർക്ക് ആയുധങ്ങൾ കൊടുത്തുകൂടാ?
ഒരു കാര്യം കൂടെ അഭിലാഷ് സാറെ ഞാൻ പറയാൻ ആഗ്രഹിക്കാം. പോലീസുകാർക്കും വനപാലകർക്കും അത് സാധിക്കുന്നില്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരെ തെരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് ഇങ്ങനത്തെ അപകടകരമായ സാഹചര്യത്തിൽ ഈ വന്യജീവികളെ കൊല്ലുവാനുള്ള അവകാശം കൊടുക്കണം, അതിനുള്ള ആയുധം കൊടുക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് ഒരു കാര്യം കൂടി. ഈ ഗവൺമെന്റ് മനഃപൂർവ്വം സമ്മതിക്കുന്നില്ലെങ്കിൽ മാവോയിസ്റ്റുകളെ നേരിടാൻ വേണ്ടി സാൽവാ ജുദൂം എന്ന ഇതുപോലെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ആദിവാസികൾക്കൊക്കെ ആയുധം കൊടുക്കുന്ന ഒരു സേനയെ ഉണ്ടാക്കി. പിന്നെ അവര് ഈ ആയുധം വെച്ച് ആളുകളെ കൊല്ലാൻ തുടങ്ങുന്നത് പോലെ അല്ലെങ്കിൽ കൊള്ള നടത്തുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആളുകളുടെ കയ്യിൽ പരിശീലനം കൊടുത്ത് ആയുധം കൊടുത്തു കഴിഞ്ഞാൽ അവരത് വെച്ച് എന്ത് ചെയ്യുന്നു? അല്ല, അത് തീർച്ചയായിട്ടും പാടില്ല. അപ്പൊ നമ്മൾ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ വേണം അത് ചെയ്യാൻ. അതെ, നമ്മൾ ഒരിക്കലും പറയുന്നില്ല നമ്മൾ വെറുതെ ആളുകൾക്ക് അവകാശം കൊടുക്കണമെന്നല്ല പറയുന്നത്, ഗവൺമെന്റിന്റെ തന്നെ നിയന്ത്രണത്തിൽ ചെയ്യണം അത്. ശരി, ഓക്കെ.